Welcome to my channel Homemade. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ്. വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും, എങ്കിലും കുറച്ച് പേരെന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് അരിയുടെ കണക്കാണ് പറയുന്നത്. 240 ml ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുള്ള വെള്ളമാണ് ഞാൻ പറയുന്നത്. ഒരു 5-6 ഗ്ലാസ് എങ്കിലും വെള്ളം വേണ്ടി വരും. നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് കളഞ്ഞതാണ്. ഞാൻ വെള്ളത്തിൽ അങ്ങനെ സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നന്നായിട്ട് ഒരു 5 പ്രാവശ്യം കഴുകി എടുത്ത അരിയാണ്. അതിലെ വെള്ളം കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നാരങ്ങയൊക്കെ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ, നാരങ്ങ ചേർക്കുമ്പോൾ ഇത് അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ചോറ് നല്ല വിട്ട് വിട്ട് കിട്ടും. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. നമ്മൾ നാരങ്ങയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ചെറിയ പുളി ഉണ്ടാവുമല്ലോ, അപ്പം അതിനനുസരിച്ച് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വേകണം. ഒത്തിരി നേരം തിളയ്ക്കേണ്ട. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ റൈസ് വെന്ത് കിട്ടും. ഒത്തിരി വെന്ത് പോകരുത്. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ അരി കോരിയെടുക്കാം. ഇപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അറിയാം. പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകരുത്. അതുവരെ കാത്തു നിൽക്കരുത്. ഇതിന് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 1/4 ഭാഗം വേവാകുമ്പോഴേക്കും നമുക്കിതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റിയെടുക്കാം. അതിനുശേഷം റൈസ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സൂക്ഷിച്ചു വെക്കാം. അപ്പോഴേക്കും ഒന്ന് തണുത്ത് കിട്ടും. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഉടഞ്ഞു പോവില്ല. ഞാനൊരു എളുപ്പ വഴി പറയാം. തലേദിവസം നമ്മൾ ഇതുപോലെ റൈസ് ഉണ്ടാക്കി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇനി ഇത് എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പോൾ നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ആവശ്യത്തിന് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ചൂടായി വരുമ്പോഴേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പൊടി പൊടിയായിട്ട് ചിക്കിയെടുക്കാം നമുക്കിത്. മുട്ട റെഡിയായി വരുമ്പോഴേക്കും നമുക്കതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സവോള ഒരെണ്ണം ചെറുത്. പിന്നെ ഒരു അര കപ്പ് വീതം ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞതും സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങത് വെന്ത് പോകരുത്. ഫ്രൈഡ് റൈസിനാകുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ട് തന്നെ പച്ചക്കറികൾ അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുറന്നു വെച്ച് തന്നെ നമുക്ക്
വഴറ്റിയെടുക്കാം. പച്ചക്കറിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് സോയാ സോസ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ഈ നെയ്യ് ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും എല്ലാം നല്ല വിട്ടിരിക്കും. ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനാണ് നല്ലത്. എനിക്ക് സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും ലോ ആക്കി വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അരി ഉടഞ്ഞു പോകാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പോരാത്ത ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ആ സോസും നമ്മൾ ചേർത്തിരിക്കുന്ന സോയാ സോസൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കണ്ടേ. അപ്പോൾ ആ വെജിറ്റബിൾസിലല്ലേ അതെല്ലാം ഉള്ളത്. അതെല്ലാം റൈസിലേക്ക് നന്നായി പിടിച്ചു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഉടഞ്ഞു പോകരുത്. കുത്തി ഇളക്കി വരുമ്പോഴേക്കും അത് ഉടഞ്ഞു പോവുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് അല്പം പരന്ന് സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഉള്ളവർ അത് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അധികം കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കാം. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.